സുപ്രധാന വാർത്ത. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ് യോഗം. വിസിയുടെ വിയോജിപ്പ് മറികടന്നാണ് നടപടി. സുപ്രധാന നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു യോഗം തന്നെ ചേർന്നത്. ആ യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു സിൻഡിക്കേറ്റ് എന്നുള്ളതും കൂടിയുണ്ട്. വിസി വലിയ രീതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ആ യോഗത്തിൽ പ്രധാന അജണ്ടയായി പോലും അത് കൈക്കൊണ്ടില്ലായിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പറഞ്ഞോളൂ. അല്പസമയം മുമ്പാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ആദ്യഘട്ടത്തിൽ വിസി ഒരു കാരണവശാലും സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഒപ്പം സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടക്കില്ല എന്നും സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്നുകൊണ്ട് ഈ നടപടി റദ്ദാക്കുകയായിരുന്നു. അവരുടെ അതിനകത്ത് ഒരു എടുത്തു പറയേണ്ട കാര്യം, ഏകദേശം 16ഓളം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു ഈ നടപടി റദ്ദാക്കുന്നതിൽ. ആ നടപടി റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അതിനകത്ത് വിസി സീസ തോമസിന്റെ വിയോജനക്കുറിപ്പുണ്ട്. ഒപ്പം 2 BJP അംഗങ്ങളും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകാനിടയില്ല. എന്തായാലും രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം കേരള സർവകലാശാല സെനറ്റ് ഹാള് ഈ പരിപാടിക്കായി വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടും അതിനുപരിയായി അവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കുന്നതിന് ഒരു 3 അംഗ സമിതിക്ക് കൂടി സിൻഡിക്കേറ്റ് രൂപം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയത്തിൽ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് വരും. വലിയ തരത്തിലുള്ള ശബ്ദമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വിസിയോട് പറഞ്ഞത് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യമായിരുന്നു. എന്നാൽ പ്രമേയത്തിൽ ഉൾപ്പെടാത്ത കാര്യമായതിനാൽ ഇത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ നടത്താൻ കഴിയുകയില്ല എന്ന് മുന്നോട്ട് വെച്ചു വിസി. എന്നാൽ അത് അംഗീകരിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറായില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ആ ചർച്ച ചർച്ചയിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ അവർ ഇത് റദ്ദ് ചെയ്യുന്നതായി, അതായത് രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്യുന്നതായി അവർ തീരുമാനമെടുത്ത് അത് മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതി ചേർക്കുകയായിരുന്നു. അതോടുകൂടി തന്നെ KS അനിൽകുമാറിന്റെ നടപടി, അതായത് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും റദ്ദായി കഴിഞ്ഞിരിക്കും. എന്നാൽ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നാളെ വീണ്ടും കേസിന്മേൽ വാദം കേൾക്കുന്ന ദിവസമാണ്. കേരള സർവകലാശാലയോടും ഒപ്പം വിസിയോടും ഒക്കെ തന്നെ ഒരു സത്യവാങ്മൂലം ചോദിച്ചിട്ടുണ്ട്. ആ സത്യവാങ്മൂലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ജോലികൾ പൂർത്തിയാകുന്ന വേളയിലാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ഉള്ള തീരുമാനം സെനറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ഘട്ടത്തിൽ ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പുറത്തു വരുന്നതെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗം കഴിഞ്ഞ് പുറത്തെത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ നഖശിഖാന്തം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രവർത്തനത്തിന് വിയോജിച്ചുകൊണ്ടും എതിർപ്പ് അറിയിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനമനുസരിച്ച് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനി പുരോഗമിച്ചു വരുന്നത് കോടതിയിലാണ്. കോടതിയുടെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാളിദാസ്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു സിൻഡിക്കേറ്റ്. വിസിയുടെ വിയോജിപ്പ് മറികടന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വിസിയുടെ വിയോജനക്കുറിപ്പും കൂടിയുണ്ട്. BJPയുടെ 2 സെനറ്റ് അംഗങ്ങൾ അടക്കം വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യോഗത്തിൽ എന്നുള്ളതും കൂടിയാണ്. ഇതോടൊപ്പം തന്നെ അന്വേഷണത്തിന് 3 അംഗ അന്വേഷണ സമിതിയെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയുടെ തുടക്കം എന്ന് പറയുന്നത് ഭാരതാംബ വിവാദമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാരതാംബ വിവാദത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായി 3 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഒരു അന്വേഷണ സംഘത്തിൽ ഡോക്ടർ ഷിജു ഖാൻ, അഡ്വക്കേറ്റ് G മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരെ ചുമതലപ്പെടുത്തിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ വിവരങ്ങൾ കോടതിയെ അറിയിക്കാനായി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അടക്കം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രജിസ്ട്രാർ ഇൻചാർജിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ചേർന്ന ഒരു യോഗം. ബിനോയ് ഉണ്ട് നമ്മളോടൊപ്പം. ബിനോയ്, ആ ഒരു ഇടത് സെനറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ അത്തരത്തിൽ അവർ നൽകിയ കത്തിനെ തുടർന്ന് നൽകി ചേർന്നൊരു യോഗം പ്രധാന അജണ്ടയായി
ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അടക്കം സ്വീകരിച്ചില്ല. അതിനെ തുടർന്ന് വലിയ രീതിയിൽ ബഹളമുണ്ടായി. എന്തായാലും ഇടത് സെനറ്റ് അംഗങ്ങൾക്കൊപ്പമായി അല്ലെങ്കിൽ അവർക്കനുകൂലമായി തീരുമാനം എന്നുള്ളത് തന്നെ നമുക്ക് പറയാം, അല്ലേ? അല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്താൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കണം. ഒപ്പം നടപടിക്രമങ്ങൾ വേറെ അധികമുണ്ട്. ഒപ്പം ആദ്യം സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിൽ കേസ് ഇരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന നടപടി റദ്ദാക്കിയതായ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി നാളെ തന്നെ അത് കോടതിയുടെ മുന്നിലേക്ക് എത്തും. അത് കോടതിയിൽ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇവിടെ സിൻഡിക്കേറ്റ് ഇത് റദ്ദ് ചെയ്താൽ തന്നെയും നടപടിക്രമങ്ങൾ ഇനി ഇപ്പോൾ ഉള്ളത് കോടതിയുടെ മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നാളത്തെ കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ സമ്മർദ്ദം അത് കൃത്യമായി അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടിയിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം സിസ തോമസ് ഇന്നലെ VC സിസ തോമസിൻ്റെ ചുമതലയുള്ള സിസ തോമസ് ഇന്നലെ ഓരോ